കേരള ഹൗസിന്റെ പോർച്ചിൽ കോലം കത്തിച്ച കേസിൽ വി ശിവദാസൻ MP ഉൾപ്പെടെ 10 നേതാക്കളെ വെറുതെ വിട്ടു. ഡൽഹി റോസ് അവന്യൂവിലെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയുടേതാണ് നടപടി. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, എന്നായിരുന്നു ഈ പ്രതിഷേധവും സമരപരിപാടികളും ഒക്കെ തന്നെ MP യുടെ നേതൃത്വത്തിൽ നടന്നത്? ഇപ്പോൾ ഉത്തരവ് എങ്ങനെയാണ്? സോളാർ വിവാദം അതിരൂക്ഷമായി കേരളത്തിൽ സജീവ ചർച്ചയായി നിൽക്കുന്ന സമയത്ത് 2013 ഈ പ്രതിഷേധം ഡൽഹി കേരള ഹൗസിൽ നടന്നത്. കേരള ഹൗസിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറിയ ഒരു സംഘം കേരള ഹൗസ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. യഥാർത്ഥത്തിൽ DYFI SFI പ്രവർത്തകർ പ്രതിഷേധവുമായി കേരള ഹൗസിനകത്തേക്ക് കയറി പോർച്ചിൽ വെച്ച് കോലം കത്തിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം കേരള ഹൗസിനകത്ത് പ്രതിഷേധിക്കുകയും ചെയ്തു. വി ശിവദാസൻ MP യുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി കേസ് പരിഗണിക്കുകയായിരുന്നു. വി ശിവദാസനും ഒപ്പം തന്നെ SFIയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉൾപ്പെടെ 10 പ്രതികളെയാണ് വെറുതെ വിട്ടത്. ഈ കേസിലെ 14 പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്രത്യേക കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക വിചാരണ നടത്തണമെന്നാണ് റോസ് അവന്യൂ കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ശിക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ കാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ വി ശിവദാസന്റെ MP സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു. അതുണ്ടായില്ല. കോടതി മുഴുവൻ പ്രതികളെയും 10 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. ശരി, വി ശിവദാസൻ ഉൾപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ടുള്ള ആശ്വാസകരമായ നടപടി വരുന്ന അഡ്വക്കേറ്റിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഈ കേസിന് ആസ്പദമായ സംഭവം 2013 കേരള ഹൗസിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ SFIക്കാർ നടത്തിയ പ്രകടനവുമായി ബന്ധപ്പെട്ട് 2013 ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇന്ന് വന്നത്. ഇന്ന് 24 പേരെയാണ് ചാർജ് ഷീറ്റിൽ പേര് ചേർത്തിരുന്നത്. അതിൽ 10 പേരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ ട്രയൽ നടത്തുകയും ഇന്ന് 10 പേരെയും വി ശിവദാസൻ MP ഉൾപ്പെടെയുള്ള 10 പേരെ ഇന്ന് വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് പട്യാല ഹൗസ് കോടതിയിലാണ് ഇതിൻ്റെ ട്രയൽ പ്രൊസീഡിങ്സ് നടന്നത്. MP ആയത് കാരണം ഇപ്പോൾ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയിലേക്ക്, റോസ് അവന്യൂ കോടതിയിലേക്ക് കേസ് മാറുകയും 10 പേരുടെ ട്രയൽ കംപ്ലീറ്റ് ചെയ്തു അക്യൂറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്.